സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനെന്താ സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയിറ്റിംഗിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപനെ വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചി തിരിച്ചെന്നോട് എല്ലാം ഫിക്സ്, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. നമസ്കാരം കൊച്ചി. ആദ്യം തന്നെ ഇത്രയും അധികം സമയം ഇവിടെ കാത്തു നിന്നതിന് ഒരുപാട് നന്ദി. ഞാൻ വൈകിയതല്ല, ഇവിടുന്ന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഇതേ സിനിമയുടെ പ്രൊമോഷൻസിന്റെ ഭാഗമായി കുറച്ച് മീഡിയ ഇന്ററാക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോഴത്തെയും പോലെ തീർക്കാം എന്ന് പറഞ്ഞ സമയത്ത് തീർന്നില്ല, അങ്ങനെ വൈകിപ്പോയതാണ്. പക്ഷെ താങ്ക് യു സോ മച്ച്. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇത്രയും സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ കാത്തു നിന്നതിന്. ഇതൊരു വളരെ സ്പെഷ്യൽ സിനിമയാണ് ജയനും എനിക്കും, ഓഫ്കോഴ്സ് ഈ സിനിമയുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള എല്ലാവർക്കും. ഞാൻ ഇന്ന് എല്ലാ ഇന്റർവ്യൂസിലും പറഞ്ഞതുപോലെ ഒരു പാരലൽ റിയാലിറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ, മറ്റൊരു ലോകം പാരലലി എക്സിസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ സ്റ്റേജിൽ ഇന്ന് സച്ചിയും ഉണ്ടാകേണ്ടതായിരുന്നു. എന്നോട് ആദ്യമായിട്ട് ഈ സിനിമയെക്കുറിച്ചും ഈ കഥാപാത്രത്തെക്കുറിച്ചും പറയുന്നത് സച്ചിയാണ് എന്നോട് ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്ന സിനിമ ഇതാണ്, മോഹനൻ നീയാണ് എന്ന് പറയുന്നത്. സച്ചി എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എന്നെ ഒന്നുകൂടി വിളിച്ച് ഉറപ്പല്ലേ ചെയ്യുമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അതിനെന്താ സംശയം ചെയ്യും എന്ന് പറഞ്ഞ് എന്നാ വെയിറ്റ് ചെയ്യും എന്ന് പറഞ്ഞ് എന്നെ കോളിൽ വെയിറ്റിംഗിൽ നിർത്തിയിട്ടാണ് ഇന്ദുഗോപനെ വിളിച്ചിട്ട് എനിക്ക് തരുമോ ഈ കഥ എന്ന് ചോദിക്കുകയും ഇന്ദു വളരെ സന്തോഷത്തിൽ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞ് അപ്പൊ തന്നെ സച്ചി തിരിച്ചെന്നോട് എല്ലാം ഫിക്സ്, നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞ ആളാണ് പെട്ടെന്നൊരു ദിവസം ഇനി ഇല്ല എന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. പക്ഷെ അങ്ങനെ ഒരു നിർഭാഗ്യകരമായ വിയോഗം സംഭവിച്ചതിന്റെ തുടർച്ചയായി ഈ സിനിമ ഏറ്റവും സ്വാഭാവികമായി എത്തിപ്പെടേണ്ടത് ജയന്റെ കയ്യിലാണ്. കാരണം ജയൻ സച്ചിയുടെ അസോസിയേറ്റ് ഡയറക്ടർ മാത്രമായിരുന്നില്ല, സച്ചിയുടെ ഒരു സഹോദരനും ഒരു സുഹൃത്തും, സച്ചിയുടെ എല്ലാം ആയിരുന്നു. ഒരുപക്ഷെ സച്ചിയുടെ ഈ സിനിമയുടെ വിഷൻ ഏറ്റവും നന്നായി ഈ സിനിമയുടെ സംവിധാന ചുമതല ഏറ്റെടുക്കുന്നതിന് മുൻപ് തന്നെ മനസ്സിലാക്കിയ വ്യക്തി ജയനാണ്. ജയൻ സച്ചിയുടെ മാത്രം അസോസിയേറ്റ് അല്ല, എന്റെയും അസോസിയേറ്റ്. അപ്പൊ ഇറ്റ്സ് എ മൊമെന്റ് ഓഫ് പ്രൈഡ് ഫോർ മീ. എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ കോ ഡയറക്ടേഴ്സിലെ ഒരാൾ, അയാളുടെ ആദ്യത്തെ സ്വതന്ത്ര സിനിമാ സംരംഭം, കേന്ദ്ര കഥാപാത്രം എന്നെ കാസ്റ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്നു. അത് ഇത്രയും മനോഹരമായി കൺസീവ് ചെയ്യപ്പെടുന്നു. അത് നമ്മുടെ രണ്ടുപേരുടെയും സുഹൃത്തും ഗുരുതുല്യനുമായ സച്ചിക്ക് ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ റിലീസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത് ഒരുപാട് സന്തോഷവും ഒരുപാട് അഭിമാനവും തോന്നുന്ന ഒരു സമയമാണ്. ഇതിന്റെ നിർമ്മാതാവ് സന്ദീപ് സേനനും ഞാനും കുട്ടിക്കാലം മുതൽ ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി ഞങ്ങളെല്ലാം തിരുവനന്തപുരം ഗ്യാങ്ങാണ്. സന്ദീപിന്റെ അച്ഛന്റെ പങ്കജ് ഹോട്ടലിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ പോയിട്ട് കാശ് കൊടുക്കാതെ ബുഫേ കഴിച്ച് മുങ്ങി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സേനനെങ്കിൽ എന്നെ മോഹനെ പോലെയാണ് കണ്ടിരുന്നത്. ഇന്നും ആ സ്നേഹവും വാത്സല്യവും ഉണ്ട്. അങ്ങനെ ഒടുവിൽ സന്ദീപും ഞാനും പ്രൊഫഷണലി കൊളാബറേറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ശരിക്കൊരു ലൈഫിന്റെ ഒരു വലിയ ജേർണിയുടെ ഒരു ക്ലൈമാറ്റിക് ഇവന്റ് ആയിട്ടാണ് എനിക്കതിനെ പലപ്പോഴും തോന്നാറുള്ളത്. ജെയ്ക്സ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഓഫ്കോഴ്സ് ജെയ്ക്സും ഞാനും ഒരുപാട് വർഷങ്ങളുടെ പരിചയമുണ്ട്. പക്ഷെ അയ്യപ്പനും കോശിയും ചെയ്യുന്ന സമയത്ത് ജെയ്ക്സ് ബിജോയ് ആണ് മ്യൂസിക് എന്ന് പറയുമ്പോൾ ജെയ്ക്സ് മലയാള സിനിമയിലെ ഏറ്റവും പ്രോമിസിംഗ് ന്യൂ മ്യൂസിക് ഡയറക്ടർ മാത്രമാണ്. ഇന്ന് ഐ ക്യാൻ ഗ്യാരണ്ടി ജെയ്ക്സ് ബിജോയ് മ്യൂസിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടോ ഒരു ബിറ്റ് ഓഫ് മ്യൂസിക്കോ പോലും കേൾക്കാതെ ലോകത്തിലെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനീസ് റെക്കോർഡ് തുകയ്ക്ക് ഓഡിയോ റൈറ്റ്സ് വാങ്ങിക്കുന്ന ഒരവസ്ഥ അയാൾ സ്വന്തമായി സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട്. ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് ഐ സ്റ്റിൽ ബിലീവ്, ഇന്നും ഞാൻ വിശ്വസിക്കുന്നു, ജെയ്ക്സിന്റെ ബെസ്റ്റ് ഇസ് സ്റ്റിൽ അഹെഡ് ഓഫ് ഹിം. ജെയ്ക്സിന്റെ ട്രൂ സ്പെക്ട്രം നിങ്ങൾ ഇനിയും കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ആൻഡ് വാട്ട് ഈസ് ഡൺ ഫോർ വിലായത്തുള്ള ഈ സിനിമയ്ക്ക് ജെയ്ക്സ് കൊണ്ടുവന്നിരിക്കുന്ന ഫ്ലേവർ, ഈ സിനിമയുടെ കഥയെയും പശ്ചാത്തലത്തെയും കഥാപാത്രങ്ങളെയും ജെയ്ക്സ് മനസ്സിലാക്കിയിരിക്കുന്ന രീതി is truly awe-inspiring. So thank you, Jake, for all that you have done. ഇന്ദുവിന്റെ ആദ്യത്തെ കഥാപാത്രത്തിനല്ല എന്റെ മുഖം ആവുന്നത്. ഇതിനു മുമ്പ് കാപ്പയിൽ കൊട്ടമധുവായി ഞാൻ അഭിനയിച്ചിരുന്നു. ഇന്ദുവിന്റെ അവസാനത്തെ കഥാപാത്രവും ആയിരിക്കില്ല എന്റേതായി എന്റെ ഫിൽമോഗ്രഫിയിൽ വരുന്നത്. ഞാൻ ഭയങ്കര ഫാനാണ് ഇന്ദുവിന്റെ റൈറ്റിംഗിന്റെ. ഒരുപാട് കഥകളും വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇന്ദുവിന്റെ അടുത്ത ഒരുപാട് ചിന്തകളും കഥാപാത്രങ്ങളും എന്നിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. താങ്ക് യു. മോഹനന്റെ മുഖം എന്റേതായി തെളിഞ്ഞപ്പോൾ അതിന് സമ്മതം ഉള്ളതിന് ഒരുപാട് നന്ദി. ശ്രീജിത്ത്, ഓഫ് കോഴ്സ്, ശ്രീജിത്ത് is one of the most interesting technicians in Malayalam cinema. ശ്രീജിത്ത് of course ഒരു top editor ആണ്. He's also one of the finest colorists that I've known. I don't know how many people അങ്ങനെ
നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ, മൈ കോ ആക്ടേഴ്സ് പ്രിയ, ധ്രുവൻ, അനു എന്നിവരില്ല, അവർക്കൊക്കെ ഉപരി ക്ഷമിച്ചതാണ്. ഇതിലെ രണ്ട് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന മോഹനനും ഭാസ്കരൻ മാഷുമായി ഉള്ള ഒരു കെമിസ്ട്രിയാണ് ഈ സിനിമയുടെ ഫൈറ്റർ. അതിന് എന്നെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിന്റെ മികവിലൂടെ ഒരുപാട് സഹായിച്ചൊരു കോ ആക്ടറാണ് ഷമിച്ചേട്ടൻ. ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഷമിച്ചേട്ടനോട് ഒരുപാട് പ്രാവശ്യം പറഞ്ഞില്ല, പ്രത്യേകിച്ച് ഇതിൽ ഷമിച്ചേട്ടൻ പ്രായമായതിനു ശേഷമുള്ള ഒരു അപ്പിയറൻസ് ഉണ്ട്. എനിക്ക് ശരിക്കും തിലകനലിന്റെ ഓർമ്മ വരുന്നുണ്ട് എന്ന് ഞാൻ ഷമിച്ചേട്ടനോട് തന്നെ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് എന്റെ വിശ്വാസം. 21-ാം തീയതി സിനിമ റിലീസ് ആവുകയാണ്. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു വലിയ യാത്രയുടെ പര്യവസാനമാണ് ഈ സിനിമ. 21-ാം തീയതി റിലീസ് ആകുമ്പോൾ എനിക്കൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടണം, അതാണ് നല്ല പ്രധാനം. പക്ഷെ ഐ ഹോപ്പ് somewhere Sachi is sitting and watching this and he feels proud. Thank you so much. എന്നെക്കാണ് മുൻപിൽ ഇതിലും സ്റ്റൈലാണ് ആക്ച്വലി. ഞാൻ അറ്റ്ലീസ്റ്റ് എന്റെ ജനറേഷനിലുള്ള ചെറുപ്പക്കാരിൽ, അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല, 45 വയസ്സായിരുന്നു, എന്റെ ജനറേഷനിലുള്ള ആക്ടേഴ്സിൽ പൊതുവെ മുൻപും ലുങ്കിയും ഒക്കെ കൊടുക്കാൻ താരതമ്യേന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ്. പബ്ലിക് ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോൾ അതിൻ്റെതായ സ്ലൈറ്റ്ലി അൺകംഫർട്ടബിൾ, അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ ഇട്ട് വരുന്നത്. ഐ മീൻ ഡബിൾ മോഹനനായി ഇനിയും വരാൻ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു റീവിസിറ്റ് ദ ക്യാരക്ടർ. അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ. പക്ഷെ ഇത് എന്നെ ഡബിൾ മോഹനാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ മനുവിന്റെയൊക്കെ വലിയ എഫേർട്ട് ഉണ്ട്. പ്രമോദ് എന്റെ മേക്കപ്പിന്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട്. രാവിലെ ഞാൻ പോയി ആ കസേരയിൽ ഇരുന്നാൽ ഒരു മണിക്കൂറുണ്ട്. കാരണം അതിനകത്ത് ഒരുപാട് സീനുകളിൽ ഞാൻ ഈ ഇന്ന വെസ്റ്റും ലുങ്കിയും മാത്രം എടുത്തിട്ടുള്ള സീനുകളുണ്ട്. അപ്പോൾ എന്റെ കൈയും കാലും ഒക്കെ മേക്കപ്പ് ചെയ്യണം. അപ്പോൾ വലിയൊരു എഫേർട്ട് ഉണ്ട്, അത്ര എളുപ്പമല്ല. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് വർഷത്തെ, ഒരു 4 വർഷത്തെ കഷ്ടപ്പാടിന്റെ യാത്രയാണ് ഈ സിനിമ. അപ്പോ സച്ചിയുടെ ചെയ്യാൻ വെച്ചിരുന്ന സിനിമയായിരുന്നു അത്. യാദൃശ്ചികം എന്റെ അടുത്ത് വന്നതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി എന്നെ കൊണ്ടാവുന്ന രീതിയിൽ, ഞങ്ങളെ കൊണ്ട് എല്ലാവർക്കും കഴിയുന്ന രീതിയിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നന്നായി വരുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണാം, എൻജോയ് ചെയ്യാം, ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കാം. ഗുഡ് ഈവനിങ് ഓൾ. ഇതും നേരത്തെ ജയൻ പറഞ്ഞ പോലെ ഒരു 4-5 വർഷത്തെ യാത്രയാണ്. സച്ചിയേട്ടനിൽ നിന്ന് തുടങ്ങി ഞങ്ങൾ സച്ചിയേട്ടനില്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം എപ്പോഴും ഈ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ട്, ഞങ്ങളെ നോക്കി കാണുകയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് മുഴുവൻ പൂർത്തീകരിക്കാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ കൂടി അദൃശ്യമായ ഒരു എന്താ പറയാ, ഒരു പവർ അദ്ദേഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയോണ്ടാണ് എന്നാണ് വിശ്വസിക്കുന്നത്. 4 വർഷത്തെ ജേണിക്ക് ശേഷം വിലായത്ത് ബുദ്ധ നിങ്ങളിലേക്ക് എത്തുകയാണ്, ഞങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് എത്തുകയാണ്. സോ അതിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. പൃഥ്വിരാജിനെ പോലെ ഒരു നടൻ ഈ സിനിമയിൽ, അദ്ദേഹത്തിന്റെ കുറെ എഫേർട്ട് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരു ആക്സിഡന്റ് പറ്റി ഏകദേശം കുറെ കാലം ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം വീട്ടിലിരിക്കേണ്ടി വന്നു ഈ സിനിമയുടെ ആക്സിഡന്റ് കാരണം. അത് കഴിഞ്ഞ് വീണ്ടും റിവൈവ് ചെയ്ത് ഈ സിനിമയും അതുപോലെ ഉയർത്തെഴുന്നേറ്റ ഒരു സിനിമയാണ്. അപ്പോൾ ഇത് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ ഇത് എല്ലാവരുടെയും ടീം വർക്കാണ്. ഒരു പറ്റം നല്ല ടെക്നീഷ്യൻസിന്റെ ഒരു ടീം വർക്ക് കൂടിയാണ് വിലായത്ത് ബുദ്ധ എന്ന് പറയുന്ന സിനിമ. അപ്പോ തീർത്തും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഞങ്ങളുടെ എന്താ പറയാ ബ്ലഡ് ആൻഡ് സ്വെറ്റ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും ജനങ്ങളിലേക്കാണ് എത്തുന്നത്. നിങ്ങൾ വിലയിരുത്തണം, നിങ്ങൾ കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ ഉർവശി തിയേറ്റേഴ്സും AVA പ്രൊഡക്ഷൻസിന്റെ ബാനറിലും സംയുക്തമായി ചെയ്യുന്ന വിലായത്ത് ബുദ്ധ നവംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തും. തീർച്ചയായിട്ടും എല്ലാവരും കാണണം എന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ. ഈ ഒരു മൊമെന്റ് സത്യത്തിൽ ഒരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസിവിയറൻസ് ആണ് ഞാൻ പറയുന്നത്. ആൻഡ് ഈ ഇത്രയും കാലഘട്ടത്തിൽ
അതായത് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന അയ്യപ്പനും ഘോഷയും കഴിഞ്ഞിട്ട് സച്ചേട്ടൻ ഡിസ്കസ് ചെയ്തൊരു സബ്ജക്റ്റാണ്. അപ്പം അയ്യപ്പൻ ഘോഷയും കഴിഞ്ഞ സമയത്ത് ഞാൻ എപ്പോഴും കരുതിയിരുന്നു ഇനി അങ്ങോട്ട് സച്ചേട്ടന്റെ പടങ്ങൾ മാത്രം ചെയ്താലെങ്കിലും മതി, വർഷത്തിൽ ഒരു പടങ്ങളെങ്കിലും സച്ചേട്ടനെ കിട്ടുമല്ലോ. അത്രയും മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. എന്റെ കരിയറിലെ ഒരു മൈൽ സ്റ്റോൺ സിനിമ തന്നെയാണ് അയ്യപ്പനും ഘോഷയും. അങ്ങനെ ആ ജേർണി ഞാനിപ്പോൾ ഓർക്കുന്നത് സച്ചേട്ടൻ സർജറിക്ക് പോകുന്നതിനൊക്കെ വിളിച്ചിട്ടാ നീ കുറച്ച് ജാപ്പനീസ് സ്റ്റോൺസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചോ, വിലായത്തിൽ അത് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചത്. പക്ഷെ ആ ജേർണി ഈ 4 വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ പോയപ്പോൾ പോലും നിങ്ങൾക്കറിയാം രാജുവിന്റെ ഉണ്ടായ ഒരു ആക്സിഡന്റിനെ പറ്റി അറിയാം. ജയൻ നമ്പ്യാർ അനുഭവിച്ച ആ ഒരു വെയിറ്റിംഗ് പീരീഡ്, ഒരു ഡയറക്ടർ ഒരു ഫസ്റ്റ് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത്ര നമ്മളധികം ഒരുപാട് സിനിമ, രാജു ഒരുപാട് സിനിമ കഴിഞ്ഞു, ഞാൻ ഒരുപാട് സിനിമ ചെയ്തു. പക്ഷെ എന്നിരുന്നാൽ പോലും സച്ചേട്ടന്റെ ഒരു ഡിവൈൻ ഒരു ഇന്റർവെൻഷൻ ഉണ്ട് ഇതില്. ആൻഡ് ഒരൊറ്റ ആളുടെ പെർസിവിയറൻസ് ഉണ്ട്. ജയൻ നമ്പ്യാരെ ഈ അവസരത്തിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഈ പടത്തിൽ അദ്ദേഹം പല സമയത്ത് ഞാൻ കരുതിയിട്ടുണ്ട് ഇത് റീവിസിറ്റ്, എത്ര പ്രാവശ്യമാണ് റീവിസിറ്റ് ചെയ്യുന്നത്, ഒരേ ഫുട്ടേജസ് പിന്നെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഓരോ പ്രാവശ്യം റീവിസിറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള എല്ലാ പടങ്ങളെക്കാളും ഒരു എനർജി ഈ സിനിമ ഓട്ടോമാറ്റിക്കലി നമുക്ക് തരികയാണ്. പടം കണ്ടു കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ പറയട്ടെ. ഏറ്റവും ഇപ്പൊ വേറെ പടങ്ങൾ ചെയ്യുന്ന സമയത്തും ഒരു സൈലന്റ് ആയിട്ട് ഈ പടത്തിന്റെ ആക്ടിവിറ്റീസ്, ഈ പടത്തിന്റെ പ്രോസസ്സ് പോകുന്നുണ്ടായിരുന്നു സൈഡിൽ കൂടെ. അപ്പൊ ഞാൻ ഇപ്പോഴും എന്റെ ടീമിനോട് പറയുന്നത് സംതിങ് ഇസ് ഹാപ്പനിങ് and I'm truly happy with what's the final product. ഞാൻ ഒരുപാട് തള്ളാനൊന്നും ആഗ്രഹിക്കുന്നില്ല. ബട്ട് ഐ തിങ്ക് അയ്യപ്പനും ഘോഷയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും വിലായത്ത് ബന്ധാന്ന് ഞാൻ പറയുന്നത്. And the sheer effort that the team has put in. And Raju, I have nothing, you've guided me throughout my career, Raju, and I'm so happy I could do this with you. നിങ്ങൾ പൃഥ്വിരാജ് സുകുമാരൻ എന്ന ഒരു പവർ ഹൗസ് പെർഫോമർ ഈ പടത്തിൽ കാണും. അതുപോലെ തന്നെ ഞാൻ പറയട്ടെ, തിലകൻ ചേട്ടനെ നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ യു വിൽ സീ ഷമി തിലകൻ in the fascinating form in the film. പിന്നെ ഞാൻ എടുത്തു വെക്കാൻ പറയേണ്ട ഒരു കാര്യം, ഒരു തിയേറ്റേഴ്സും സന്ദീപ് ചേട്ടനും സംഗീതും രഘുവും എല്ലാം ഈ പടത്തില് as producers what they must have gone through. Just imagine ഒരു പടം 4 വർഷമായിട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന പൈസ, അവരുടെ എക്സ്പെക്ടേഷൻസ്, they can't go to another film. So and എന്താ പറയാ, നമ്മൾ we all just took for this film and Jain Bhai's vision. I want you to all come and watch this in theaters and be entertained yourself. It's a very good way to close the year. And again, I would consider this as a celebration of perseverance. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ട്രെയിലർ ലോഞ്ച് മാത്രമല്ല, ഇതൊരു 4 വർഷത്തെ കഠിനാധ്വാനത്തിന്റെ ഒരു ക്ലോഷർ ആണ്. And I'm so happy that I could be part of it. എന്റെ ടീം എല്ലാവരും ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. We are in the final leg of finishing the film to make you all ഒരു entertaining film. Thank you so much. Thank you. So happy to be a part of this project. After Janaganamana ഞങ്ങൾ collaborate ചെയ്ത രാജേന്ദ്രൻ, ജെയിംസ്. സോ പടം നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമുണ്ട്. താങ്ക് യു. മനുഷ്യ സംഘർഷങ്ങളുടെ ഒരു കഥയാണ്. അത് നമ്മൾ കടലാസിൽ എഴുതി പിടിപ്പിക്കുന്നത് പോലെ ഒരു കാഴ്ചയാക്കി അവതരിപ്പിക്കാനായിട്ട് എളുപ്പമുള്ള ഒരു കഥയല്ല ആയിരുന്നില്ല. അത് 4 വർഷത്തെ വലിയ പ്രയത്നം എടുത്തിട്ടാണ് ജയന്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം ഈ സിനിമയെ ഒരു വലിയ വ്യാപ്തിയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചത്. ഞാൻ കണ്ട കാഴ്ചയ്ക്ക് എത്രയോ വിപുലമായ വലിയ ഭൂമിക, വലിയ പ്രതലത്തിൽ, വലിയ വ്യാപ്തിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന വലിയ കാഴ്ച ഞാൻ കണ്ടു. നിങ്ങൾക്കും അത് കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ നിൽക്കുന്നു. നമസ്കാരം. ഈ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും ഒരുപാട് കാലം വർക്ക് ചെയ്ത ഒരു സിനിമയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കൊല്ലം വർക്ക് ചെയ്ത സിനിമയാണ്. അപ്പോ വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എല്ലാവരും സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. നിങ്ങളെ പോലെ എല്ലാവരും പോലെ we are also waiting for this movie. Thank you very much. ആദ്യം തന്നെ ഒരു നന്ദി പറയട്ടെ. ഇത്രയും നേരം വെയിറ്റ് ചെയ്തതിനും നമ്മളെ കാത്തു നിന്നതിനും ഒരുപാട് നന്ദി. എനിക്കറിയാം എന്നെയല്ല രാജുവേട്ടനെയാണെന്നുള്ളത് എനിക്കറിയാം, എന്നാലും നന്ദി. ഇതുവരെ ചെയ്യാത്ത ഒരു റോളാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. റോൾ മാത്രമല്ല, അറ്റയറും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കണ്ടു നോക്കുക, ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. മോർ ദൻ എക്സൈറ്റഡ് ആണ്. ഇപ്പോ നേരത്തെ എക്സൈറ്റഡ് പറഞ്ഞതുപോലെ ഇതൊരു സെലിബ്രേഷൻ ഓഫ് പെർസിവിയറൻസ് തന്നെയാണ്. ആൻഡ്
this project has been more than a dream come true for me. So, firstly, thank you, Jayan Cheta, for trusting me. വിശ്വസിച്ച് എന്നെ ഇത്രയും അടിപൊളി ഒരു കഥാപാത്രം ഏൽപ്പിച്ചതിന് നന്ദി. Thank you, Sandeep Beta, for trusting me. Thank you, everybody, for trusting me. And നിങ്ങളെല്ലാവരും പോലും ഞാനും 21st നവംബറിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പടം കാണണം, അഭിപ്രായം പറയാം.